അസ്സലാമു അലൈക്കും. നല്ല തണുപ്പുള്ള ഒരു വയനാടൻ മോർണിംഗ്. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് വളരെ ഭാഗ്യവാന്മാരാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കടുത്ത ചൂടാണ്. പക്ഷെ നമ്മുടെ വയനാട്ടിൽ ഇന്നത്തെ ടെമ്പറേച്ചർ ഏകദേശം 22 ഡിഗ്രി മാത്രം. അതിൻ്റെ കൂടെ ഇന്നലെ ഇവിടെ നല്ലൊരു മഴയും പെയ്തു, അൽഹംദുലില്ലാ. ആ മഴ തന്ന കുളിർമ ഇപ്പോഴും ഈ മണ്ണിലും മരങ്ങളിലും കാറ്റിലുമുണ്ട്. ഈ കാലാവസ്ഥയിലൂടെ സൈക്കിൾ ചവിട്ടുമ്പോൾ മുഖത്തടിക്കുന്ന ഈ തണുത്ത കാറ്റിന് പോലും ഒരു പ്രത്യേക എനർജി ഉണ്ട്. ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സ് വളരെ ദൂരേക്ക് പോകും. നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ലൈറ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ലൈറ്റിനെ പോലും എസ്കേപ്പ് ചെയ്യാൻ അനുവദിക്കാത്ത ചിലയിടങ്ങൾ ഈ യൂണിവേഴ്സിലുണ്ട്. ബ്ലാക്ക് ഹോൾസ്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊക്കെ ലോകത്തെ എത്ര മാറ്റി. പക്ഷെ ഈ സ്ക്രീനിനും അപ്പുറം, നമ്മുടെ ഇമാജിനേഷനും അപ്പുറം മറ്റൊരു വലിയ റിയാലിറ്റി ഉണ്ട്. സ്റ്റാർസ്, ഗാലക്സീസ്, എൻലെസ് സ്പേസ് and mysteries that even science still cannot fully explain. അതിൽ ഏറ്റവും മിസ്റ്റീരിയസ് ആയ ഒന്നാണ് ബ്ലാക്ക് ഹോൾസ്. സയൻസ് പറയുന്നത് അതിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരില്ല എന്നാണ്. എവറിത്തിങ് എൻഡ്സ് ദെയർ. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഇതുപോലത്തെ ഒരു ഫൈനൽ ബൗണ്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹ. ഇവിടെയാണ് എൻ്റെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ബ്ലാക്ക് ഹോൾസിനും ഖുർആൻ പറയുന്ന ആ ഫൈനൽ ബൗണ്ടറിക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കാരണം ഖുർആൻ നരകത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് മോഡേൺ സയൻസ് പറയുന്ന ആ കാര്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ സർപ്രൈസിംഗ്ലി സിമിലറാണ്. ബ്ലാക്ക് ഹോൾസ് ലൈറ്റിനെ പോലും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അതുപോലെ ഖുർആൻ പറയുന്നു നരകം അതിൻ്റെ അടുത്തേക്ക് വരുന്നവരെ വലിച്ചെടുക്കുന്നതാണ്. ഖുർആന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, He will ask, is there any more? Exactly like black holes consuming stars and matter continuously. ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന് നരകം ചോദിക്കും, ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുന്ന പോലെ തന്നെ. ആൻഡ് ദെൻ ഈവൻ ഹൊറൈസൺ. ബ്ലാക്ക് ഹോളിൻ്റെ പോയിന്റ് ഓഫ് നോ റിട്ടേൺ, ഒരു അതിർത്തി, അതിൽ കടന്നാൽ തിരിച്ചു വരാൻ കഴിയില്ല. ഈവൻ ഹൊറൈസൺ. ആ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സിദ്റത്തുൽ മുൻതഹയാണ്. ഒരു ഫൈനൽ ലിമിറ്റ്, ഒരു അവസാന ബൗണ്ടറി, അതിർത്തി. ബ്ലാക്ക് ഹോൾ എന്നത് വെറുമൊരു ഹോളല്ല. അത് യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ സ്ട്രക്ചറാണ്. ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്താൽ അത് ചുരുങ്ങി 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 ബ്ലാക്ക് ഹോൾ ആകും. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് അറിയാമോ? സൂറ അൻ-നജ്ം, മിഅ്റാജിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ, അത് തുടങ്ങുന്നത് വെൻ ദ സ്റ്റാർ ഫാൾസ് എന്ന ആയത്ത് കൊണ്ടാണ്. വന്നജ്മി ഇദാ ഹവ
ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്യുന്നത് ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നതിൻ്റെ തുടക്കമാണ്. ഇത് കോയിൻസിഡൻസ് ആണോ? അല്ലാഹ് നോസ് ബെസ്റ്റ്. പക്ഷെ ചിന്തിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി മറ്റൊരു ഫാസിനേറ്റിംഗ് പോയിന്റ്, നമ്മൾ ബ്ലാക്ക് ഹോൾസിനെ കംപ്ലീറ്റ്ലി ഡാർക്കായിട്ടാണ് ഇമാജിൻ ചെയ്യുക. പക്ഷേ യൂണിവേഴ്സിലെ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്ട്സ്, അതാണ് ക്വാസാർസ്, ആക്ച്വലി സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ആണ്. ക്വാസാർസ് ഒക്കെ ബ്ലാക്ക് ഹോൾസ് ആണ്. ഒരു ബ്ലാക്ക് ഹോൾസ് സ്റ്റാറിനെയും ഗ്യാസിനെയും ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അവിടെ അൺഇമാജിനബിൾ ഫ്രിക്ഷൻ ഉണ്ടാവും, എനർജി ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് എന്താണ്? മാസീവ് ലൈറ്റ് എമിഷൻ. മില്യൺസ് ഓഫ് സ്റ്റാർസിനേക്കാൾ ബ്രൈറ്റായ കോസ്മിക് ലൈറ്റ്. അപ്പോൾ ബ്ലാക്ക് ഹോൾ ഇരുട്ട് മാത്രമല്ല, എക്സ്ട്രീം ലൈറ്റിൻ്റെയും സെൻറ്ററാണ്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ഹോൾ ഒരു വഴിയാണോ? ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, നിക്കോഡം പോപ്ലോവ്സ്കി. അദ്ദേഹം പറയുന്ന ഒരു തിയറി ഉണ്ട്. അദ്ദേഹം പറയുന്നത് മാറ്റർ ബ്ലാക്ക് ഹോളിൽ അവസാനിക്കുന്നില്ല. മേ ബി ഇറ്റ് എമർജസ് സംവെയർ എൽസ്. വേറെ എവിടെയെങ്കിലും അത് പുറത്തേക്ക് വരുന്നതാണ്. ബ്ലാക്ക് ഹോൾസിൻ്റെ മറുവശത്ത് ഒരു വൈറ്റ് ഹോൾ ഉണ്ടായേക്കാം. അതായത് ഇവിടെ ഡിസിപ്പയർ ആകുന്നത് മറ്റൊരു യൂണിവേഴ്സിൽ പുതിയ ബിഗിന്നിങ് ആയി മാറുന്നുണ്ടാവും, കോസ്മിക് ടണൽ. പക്ഷേ പ്രോബ്ലം എന്താണ്? ഫിസിക്സ് പറയുന്നത് ഒരു ഫിസിക്കൽ ബോഡിക്ക്, ഒരു ഭൗതിക ശരീരത്തിന് ബ്ലാക്ക് ഹോൾ അതിലൂടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഗ്രാവിറ്റി അത്ര എക്സ്ട്രീമാണ്. ബോഡി സ്ട്രെച്ചായിട്ട് ഡെസ്ട്രോയ് ആയി പോകും. സ്പെഗറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നൂഡിൽസ് പോലെ ആയി പോകും. പിന്നെ എങ്ങനെ ഇതൊരു വഴിയാകും? ഇവിടെയാണ് ഇൻഫർമേഷൻ പാരഡോക്സ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. ബോഡി ഡെസ്ട്രോയ് ആയേക്കാം, പക്ഷേ ഇൻഫർമേഷൻ, അതായത് ഡാറ്റ, മേ ബി നെവർ ഡിസപ്പിയേഴ്സ്. ഒരിക്കലും അത് അപ്രത്യക്ഷമാവുന്നില്ല, അല്ലെങ്കിൽ അവസാനിക്കുന്നില്ല. ക്വാണ്ടം ഫിസിക്സിൽ ഇൻഫർമേഷൻ ഡിസ്ട്രക്ഷൻ ഒരു വലിയ മിസ്റ്ററിയാണ്. ഇവിടെയാണ് എനിക്ക് പേഴ്സണലി ഒരു തോട്ട് വന്നത്. നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ല നമ്മുടെ എസൻസ്. നമ്മുടെ ഇൻഫർമേഷൻ അതാണോ യഥാർത്ഥത്തിൽ യാത്ര ചെയ്യുന്നത്? എഗെയിൻ, ഞാൻ സ്കോളറല്ല, ഇത് ഡെഫിനറ്റീവ് തഫ്സീറുമല്ല, ജസ്റ്റ് തോട്ട്സ്, റിഫ്ലക്ഷൻ മാത്രം. പക്ഷേ മിറാജിനെ കുറിച്ച് ഖുറാൻ പറയുന്ന ആ വേഴ്സസ് അത് നോക്കുമ്പോൾ സിദ്റത്തുൽ മുൻതഹ, എക്സ്ട്രീം ലൈറ്റ്, ഫൈനൽ ബൗണ്ടറി, ഹയർ റെംസ്, ഉയർന്ന തലങ്ങൾ, ഇതെല്ലാം ടുഗദർ ഒന്നിച്ച് നോക്കുമ്പോൾ മൈൻഡ് ജെന്യൂൻലി ബ്ലോൺ ആകും. ഖുറാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹ അവിടെ എത്തി, അവിടെ പവർഫുൾ ലൈറ്റ് കണ്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് തെറ്റിയില്ല, പരിധി ലംഘിച്ചുമില്ല. He saw the greatest signs of his Lord. ഇന്ന് സയൻസ് calls them discoveries, but Quran mentioned science centuries ago. 2026 പോലും നാസ, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, തൗസൻഡ്സ് ഓഫ് സയൻറ്റിസ്റ്റ്, ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമ്മളിപ്പോഴും ബ്ലാക്ക് ഹോൾസിനെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ചിന്തിച്ച് നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഡെസേർട്ടിൽ ജീവിച്ച ഒരാൾ എങ്ങനെ ഇത്ര ഡീപ്പ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കും? ഇതാണ് എന്നെ പേഴ്സണലി കൂടുതൽ റിഫ്ലക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സയൻസ് മാറും, തിയറീസ് മാറും, പക്ഷേ അള്ളാൻ്റെ നോളജ് കംപ്ലീറ്റ് ആണ്. ഹി നോസ് ബെസ്റ്റ്. നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് പ്രൂവ് ചെയ്യാനല്ല, അള്ളാൻ്റെ ആൽമത്ത് അത് മനസ്സിലാക്കാനാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം. അള്ളാഹ് ഫോർഗീവ് മീ. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയും. റിസർച്ച് ചെയ്യൂ, തിങ്ക് ഡീപ്ലി, ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യും. നമ്മുടെ ഈമാൻ അള്ളാഹ് ശക്തമാക്കട്ടെ. വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഹാഫിസ്.